NSSനെതിരായ പരാമർശങ്ങളുമായി CPMന്റെ മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസി ശബരിമല വിഷയത്തിൽ NSS നേതാക്കൾ വർഗീയ പ്രചരണം നടത്തിയെന്നാണ് CPMന്റെ മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസിയിൽ പറയുന്നത്. പർദ്ദയിട്ട് മതിലിൽ പങ്കെടുത്ത മുസ്ലിം സ്ത്രീകളെ NSS വിമർശിച്ചതായും ബൃന്ദ കാരാട്ട് ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ജനുവരി 1 നടന്ന വനിതാ മതിലിനെക്കുറിച്ചുള്ള ലേഖനത്തിലാണ് NSSനെ വിമർശിക്കുന്നത്. ശബരിമല വിഷയത്തിൽ NSS വർഗീയ നിലപാട് സ്വീകരിക്കുകയാണെന്നാണ് മുതിർന്ന PB അംഗമായ ബൃന്ദ കാരാട്ടിന്റെ ലേഖനത്തിൽ പറയുന്നത്. വനിതാ മതിലിൽ നിരവധി പർദ്ദ ധരിച്ച സ്ത്രീകൾ പങ്കെടുത്തു. ഇതിനെതിരെ ചില NSS നേതാക്കൾ വ്യാപകമായി പ്രചരണം നടത്തിയെന്നാണ് പീപ്പിൾ ഡെമോക്രസിയിൽ ബൃന്ദ കാരാട്ട് എഴുതിയിരിക്കുന്നത്. നവോത്ഥാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആദ്യം പർദ്ദ ഒഴിവാക്കണമെന്നും മുസ്ലിം വനിതകൾ വനിതാ മതിലിൽ എത്തിയത് ഹിന്ദുവിരുദ്ധത കൊണ്ട് മാത്രമാണെന്നും NSS നേതൃത്വം പറഞ്ഞതായും പീപ്പിൾ ഡെമോക്രസിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പർദ്ദ ധരിച്ച സ്ത്രീകൾ വനിതാ മതിലിൽ പങ്കെടുത്തതിനെപ്പറ്റി NSSന്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് ലേഖനത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഉള്ളതായി വിവാദം ഉണ്ടാക്കുന്നത്. അതേസമയം വനിതാ മതിലിൽ പങ്കെടുത്ത പർദ്ദ ധരിച്ച സ്ത്രീകളെപ്പറ്റി ആവേശം കൊള്ളുന്ന ബൃന്ദ പർദ്ദ സമ്പ്രദായത്തിനെതിരെ മുസ്ലിം വനിതകൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിനെ പറ്റി മൗനം പാലിക്കുകയാണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. ശബരിമലയിൽ ഭക്തർക്കൊപ്പം നിന്ന ശബരിമല കർമ്മസമിതി ഉൾപ്പെടെയുള്ള സംഘടനകളെയും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെ പാർട്ടി സംസ്ഥാന ഘടകം ഒന്നാകെ ശബരിമല വിഷയത്തിൽ NSSനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് CPM പ്രസിദ്ധീകരണമായ പീപ്പിൾ ഡെമോക്രസിയിലും NSSനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഏറെ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.